ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ അപ്പുപ്പൻ താടി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സുന്ദരിയായ മുയലിൻ്റെ കഥയാണ്. അമ്മുവിൻ്റെ പഠിത്തം. ഒരിടത്ത് കൃഷ്ണപുരം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. കൃഷ്ണപുരത്തിന്റെ തെക്കേ അതിർത്തിയിൽ കൂടെ രാധാനദി ഒഴുകിയിരുന്നു. നദീതീരത്ത് ഇഷ്ടം പോലെ ഇളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നു. നദീതീരത്തുള്ള കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. മാനുകളും മുയലുകളും കടുവയും സിംഹവും അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാട്ടിലാണ് സുന്ദരിയായ അമ്മുമുയൽ അവളുടെ അമ്മയുടെ കൂടെ കഴിഞ്ഞിരുന്നത്. അവൾക്കു ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. മറ്റു മുയൽ കുഞ്ഞുങ്ങൾ എല്ലാം പൊത്തിലൊളിച്ചു കളിക്കുമ്പോൾ അമ്മുമുയൽ കാട്ടിലൂടെ കറങ്ങി നടന്നു. അങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവളൊരു മാനിനെ കണ്ടു. എന്തു വേഗത്തിലാണെന്നോ ആ മാന് ഓടുന്നത്. അമ്മുമുയൽ മാനിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നമസ്കാരം ചേട്ടാ. ചേട്ടൻ എന്ത് വേഗത്തിലാണോടുന്നത്? ഇത്രയും വേഗത്തിലോടാൻ വേറെ ആർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്നു അമ്മുവിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനെ അഭിനന്ദിക്കുന്നതു. മാനിനു സന്തോഷമായി. അവർ രണ്ടുപേരും കൂട്ടുകാരായി. ചേട്ടാ, എന്നെയും ഇങ്ങനെ ഓടാൻ പഠിപ്പിക്കാമോ? അമ്മുമുയൽ ചോദിച്ചു. ഇതുകേട്ട മാൻ പറഞ്ഞു, അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. അമ്മുവിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു. മാനിനോട് യാത്ര പറഞ്ഞു അമ്മുമുയൽ സ്വന്തം മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയതാ? നടന്നതെല്ലാം അമ്മു കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാര് അവളെ കളിയാക്കി. അമ്മു പറഞ്ഞു, എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. അതൊന്നും കാര്യമാക്കാതെ അമ്മുമുയൽ അടുത്ത ദിവസവും യാത്രയായി. ഇത്തവണ കണ്ടുമുട്ടിയതൊരു തവളയെ ആയിരുന്നു. തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു. അമ്മുമുയൽ വിളിച്ചു പറഞ്ഞു, ഏയ് ചങ്ങാതി. തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. അമ്മു വീണ്ടും പറഞ്ഞു, നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി. രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിനടുത്തെത്തി. തവള തന്റെ വീരകഥകൾ അമ്മുവിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥ, മുങ്ങാം കുഴിയിട്ട് പോയതു, അങ്ങനെ ഒരുപാട്. അമ്മു എല്ലാം കേട്ടിരുന്നു. അവസാനം അമ്മു ചോദിച്ചു, എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം? തവള സന്തോഷത്തോടെ സമ്മതിച്ചു. മാളത്തിലേക്ക് പോകും മുൻപേ അമ്മു നല്ലൊരു ചാട്ടക്കാരി ആയി മാറി. അങ്ങനെ ഓരോ ദിവസവും അമ്മു ഓരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേടൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേടന്റെ കയ്യിൽ പെട്ടു. ഒടുവിൽ അയാള് അമ്മുവും കൂട്ടരും താമസിക്കുന്ന മാളത്തിനടുത്തും എത്തി. മുയലുകൾ പരക്കം പാഞ്ഞോടി. അമ്മു മുയലിനൊരു ഉപായം തോന്നി. അമ്മു മുയൽ വേടന്റെ മുൻപിൽ ഞൊണ്ടി നടന്നു. വേടൻ വിചാരിച്ചു, ഓടാന് വയ്യാത്ത ഒരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം. വേടൻ അടുത്തെത്തിയതും അമ്മു കുതിച്ചു പാഞ്ഞു. വേടനും വാശിയായി. അയാൾ പുറകെ ഓടി. പക്ഷെ മാനിനെ പോലെ ഓടുന്ന അമ്മുവിനെ പിടിക്കാനുണ്ടോ വേടൻ പറ്റുന്നു. ഒടുവിൽ ഓടിയോടി ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി. വേടൻ സന്തോഷമായി. ഇനി മുയൽ ഓടില്ലല്ലോ. അമ്മുവിന്റെ മേലേക്ക് അയാൾ ചാടി വീണു. അമ്മുവാകട്ടെ കുളത്തിലേക്കെടുത്തു ചാടി. ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു. വേടനും പുറകെ ചാടി. അമ്മു ആമ്പൽ ഇലകളിൽ മേൽ ചാടി കരയിൽ പോയി ഇരുന്നു. വേടൻ കുളത്തിലെ വെള്ളത്തിൽ വീണു. അമ്മുവിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേടനെ കടിച്ചു ശരിപ്പെടുത്തി. വേടൻ ജീവനും കൊണ്ടോടി. പിന്നീടൊരിക്കലും ആ വഴിക്ക് വന്നിട്ടില്ല. എല്ലാരെയും രക്ഷിച്ച അമ്മുമുയലിനെ മുയലുകളുടെ നേതാവാക്കി. അമ്മുമുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്നത് പറഞ്ഞു കൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു.
എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരാക്കി. അമ്മുമുയൽ ആ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഈ ചെറുകഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതുപോലുള്ള കഥകൾ കാണാനും കേൾക്കാനും എന്റെ കൊച്ചുകൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബൈ.